നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു നവരാത്രി കാലത്തെ ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങാണ് പൂജവയ്പ് എന്ന് പറയുന്നത്. അക്ഷരസ്വരൂപിണിയായ ഭഗവതിയുടെ അനുഗ്രഹം നേടാനും വിദ്യ കൊണ്ട് വിജയം നേടാനുമായിട്ട് നമ്മുടെ പുസ്തകങ്ങളും പണിയായുധങ്ങളും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട വസ്തുക്കളുമൊക്കെ ഭഗവതിക്ക് മുന്നിൽ സമർപ്പിച്ച് പൂജ ചെയ്യുന്ന ദിവസം. ഈ വർഷത്തെ പൂജവയ്പ് വരുന്നത് നാളെയാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബർ 29, 2025 സെപ്റ്റംബർ 29 തിങ്കളാഴ്ച വൈകുന്നേരമാണ് പൂജ വയ്ക്കേണ്ടത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീട്ടിലായിക്കൊള്ളട്ടെ, ക്ഷേത്രത്തിലായിക്കൊള്ളട്ടെ, പൂജ വയ്ക്കുന്നത് എവിടെയായാലും ഈ പൂജയ്ക്ക് പുസ്തകങ്ങള്, ആയുധങ്ങള് വയ്ക്കുന്നതിനോടൊപ്പം ഞാൻ ഇന്നിവിടെ പറയുന്ന 2-3 കാര്യങ്ങൾ കൂടി വയ്ക്കണം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സാക്ഷാൽ ഭഗവതി, അമ്മ മഹാസരസ്വതി ഇറങ്ങി വരും. ആ കുഞ്ഞുങ്ങളെയും ആ വീടിനെയും അനുഗ്രഹിക്കും. എല്ലാ സൗഭാഗ്യങ്ങളും നൽകി മടങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വിട്ടുകളയരുത്. ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. വീട്ടിലായിക്കൊള്ളട്ടെ, അമ്പലത്തിലായിക്കൊള്ളട്ടെ, നിങ്ങൾ എവിടെയാണോ പൂജ വയ്ക്കാൻ പോകുന്നത്, പുസ്തകത്തിനോടൊപ്പം ഞാൻ ഇന്നിവിടെ പറയുന്ന കാര്യങ്ങൾ കൂടെ ചെയ്യുക. അതിൻ്റെ ഐശ്വര്യം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും കിട്ടിയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യാം. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ വർഷത്തെ പൂജവയ്പ്പിന് വലിയ പ്രത്യേകതയാണുള്ളത്. സാധാരണ ദുർഗാഷ്ടമി സന്ധ്യക്കാണ് നമ്മൾ പൂജ വയ്ക്കുന്നത്. എന്നാൽ ഈ വർഷം നമ്മൾ ദുർഗാഷ്ടമിക്ക് ഒരു ദിവസം മുന്നേ, തലേ ദിവസമേ പൂജ വയ്ക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, കേരളീയ ജ്യോതിഷ പ്രകാരം അഷ്ടമി തിഥി സന്ധ്യ എവിടെയാണ് വരുന്നത്, ആ സന്ധ്യ വരുമ്പോഴാണ് പൂജ വയ്ക്കേണ്ടത് എന്ന് പറയുന്നത്. ആ കണക്കിന്, തിഥി കണക്കിന് നോക്കിയാൽ അഷ്ടമി സന്ധ്യ വരുന്നത് ദുർഗാഷ്ടമി തിഥിയിലല്ല, ഒരു ദിവസം മുന്നെയാണ്. അതായത് ദുർഗാഷ്ടമി 30-ാം തീയതി ചൊവ്വാഴ്ചയാണ്. അതുകൊണ്ട് 29 തിങ്കളാഴ്ച വേണം നമ്മൾക്ക് ആ ഒരു സന്ധ്യ കണക്കാക്കുമ്പോൾ പൂജ വയ്ക്കാൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം. ആരും ഈ ഒരു കാര്യം തെറ്റിക്കരുത്. ദുർഗാഷ്ടമി ചൊവ്വാഴ്ചയാണ്, ചൊവ്വാഴ്ച പൂജ വെച്ചാൽ മതി എന്നും പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അങ്ങനെ ചെയ്യരുത്. 29-ാം തീയതി തിങ്കളാഴ്ച, അതായത് നാളെ വൈകുന്നേരം വേണം അമ്പലത്തിൽ പോയാലും വീട്ടിലാണെങ്കിലും പൂജ വയ്ക്കാൻ എന്ന് പറയുന്നത്. ഭഗവതിയുടെ സാന്നിധ്യമുള്ള മുഹൂർത്തമുണ്ട് കേട്ടോ, ആ സമയത്ത് തന്നെ പൂജ വയ്ക്കണം. വൈകിപ്പോകാനോ അല്ലെങ്കിൽ നേരത്തെ വയ്ക്കാനോ പാടില്ല. ഈ സമയത്ത് തന്നെ പൂജ വയ്ക്കണം എന്നുള്ളതാണ്. 6:12 മുതൽ 7:20 വരെ പൂജ വയ്ക്കാം. 6:12 മുതൽ 7:20 വരെയുള്ള സമയത്തിനുള്ളിൽ പൂജ വയ്ക്കണം. സന്ധ്യക്ക് വരാനൊക്കെ അല്പം വൈകുന്നവരാണ് എന്നുണ്ടെങ്കിൽ 7:20 വരെ സമയമുണ്ട്. 7:20 പൂജ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. ഇനി അമ്പലത്തിൽ പോകുന്നവര് അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അങ്ങനെ പൂജ വയ്ക്കാം. വീട്ടിൽ പൂജ വയ്ക്കുന്നവർക്ക് വീട്ടിലാണെങ്കിലും വയ്ക്കാം. 6:12-നും 7:20-നും ഇടയിൽ വേണം നമ്മളത് വയ്ക്കാനായിട്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ വീട്ടിൽ വയ്ക്കുന്ന സമയത്താണ് ഈ ഒരു കാര്യം വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. കാരണം ക്ഷേത്രത്തിൽ വയ്ക്കുന്ന സമയത്ത് അവിടുത്തെ തിരുമേനിമാർക്ക് അറിയാം അതിൻ്റെ കൃത്യമായിട്ടുള്ള സമയം, അവരത് കണക്കാക്കി ചെയ്തുകൊള്ളും. ദീപാരാധന കഴിഞ്ഞോ അല്ലെങ്കിൽ ദീപാരാധനയ്ക്ക് മുൻപോ ഒക്കെ ആയിട്ട് സമയം നോക്കി അവർ കൃത്യമായിട്ട് 6:12-നും 7:20-നും ഇടയിലായിട്ട് വച്ചിരിക്കും. ഭഗവതിക്ക് പൂജയെല്ലാം കഴിപ്പിച്ച് പൂജ വയ്ക്കുന്നതാ. അപ്പോൾ വീട്ടിൽ പൂജ വയ്ക്കുന്നവർ ശ്രദ്ധിക്കുക, 6:12-നും 7:20-നും ഇടയിൽ പൂജ വയ്ക്കുക. ആ ഒരു സമയത്ത് പൂജ വയ്ക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യം എന്ന് പറയുന്നത്. അതിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വീട്ടിൽ പൂജ വയ്ക്കുന്നവര് വീടൊരുക്കണം കേട്ടോ. വീടൊരുക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, മുറ്റമൊക്കെ അടിച്ച് വൃത്തിയാക്കി, അകമെല്ലാം ഒന്ന് തൂത്തു തുടച്ച് വൃത്തിയാക്കി, പൂജാമുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ചെയ്തിട്ട് കുറച്ച് മഞ്ഞൾ ജലം തളിക്കണം. വീടിൻ്റെ മുറ്റത്തും വീടിൻ്റെ തിണ്ണയിലും പൂജാമുറി ഭാഗത്തും പൂജ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തുമൊക്കെ ഈ ഒരു മഞ്ഞൾ വെള്ളം തളിക്കുക. എന്നിട്ട് വേണം പൂജ വയ്ക്കാനായിട്ട്. അമ്പലത്തിൽ പോകുന്നവർക്ക് പ്രശ്നമില്ല, നേരെ കൊണ്ടുപോയിട്ട് അവിടെ പീഠത്തിലൊക്കെ ഒരുക്കിയിട്ടുണ്ടാകും, കൊണ്ടുപോയിട്ട് അവിടുത്തെ തിരുമേനിയെ ഏൽപ്പിക്കുക.
എന്നിട്ട് അത് രസീതാക്കി കഴിഞ്ഞാൽ അമ്പലത്തിൽ വയ്ക്കുന്നവരുടെ ആ ഒരു പണി കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ വീട്ടിൽ ചെയ്യുന്നവർ മഞ്ഞൾ ജലം തളിച്ച് വീട് ഒരുക്കിയിട്ട് വേണം ഈ പൂജ വയ്ക്കാൻ എന്ന് പറയുന്നത്. മഞ്ഞൾ ജലം തളിക്കുക എന്ന് പറയുമ്പോൾ ആരും പേടിക്കേണ്ട, ഒന്നുമില്ല. ഒരു പാത്രത്തിൽ കുറച്ച് ജലമെടുത്ത് ഒരല്പം മഞ്ഞൾ അതിലേക്ക് നുള്ളിയിട്ട് ഒന്ന് കലക്കിയിട്ട് ഒന്ന് തളിച്ചു കൊടുക്കുക. വീടും പരിസരവുമെല്ലാം അത് തളിച്ചു കൊടുക്കുക. മൂദേവിയെല്ലാം പോയിട്ട് വീടൊരുങ്ങാനാണ് ഇങ്ങനെ നമ്മൾ തളിച്ചു കൊടുക്കുന്നത്. ഭഗവതിയെ സ്വീകരിക്കാനായിട്ട് വീട് ഒരുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എവിടെ വെക്കണമെന്ന് പലരും ചോദിച്ചിരുന്നു. പൂജാമുറി ഉള്ളവർക്ക് പൂജാമുറിയിൽ വയ്ക്കാം. ഇനി പൂജാമുറി ഇല്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രധാന വാതിലിൽ നിന്ന് ഉള്ളിലേക്ക് കയറുന്ന ആ ഒരു മുറി, ഹോള്, ആ ഒരു ഹോളിലൊക്കെ വയ്ക്കാവുന്നതാണ്. അത് നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾക്ക് വച്ചു കൊടുക്കാം. വൃത്തിയും ശുദ്ധിയുമുള്ള സ്ഥലത്തായിരിക്കണം നമ്മളത് ചെയ്യേണ്ടത് എന്ന് മാത്രം. ഇനി ഹോളിലാണ് വയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ കിഴക്കോട്ട് ദർശനമായിട്ട് വിളക്ക് തെളിയിച്ച് പോയി കണി കണ്ട് തൊഴുന്ന രീതിയിൽ വയ്ക്കുക എന്നുള്ളതാണ്. വീട്ടിൽ പൂജാമുറിയിൽ വെക്കുന്നവർക്ക് ഈ 3 ചിത്രം വീട്ടിലുണ്ടെങ്കിൽ, ചിത്രമോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ അത് പൂജ വെക്കുന്നിടത്ത് എടുത്തു വയ്ക്കണം കേട്ടോ. ഏറ്റവും ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. നിങ്ങൾ അമ്പലത്തിലൊക്കെ പൂജ വയ്ക്കുമ്പോൾ നോക്കിയാൽ മതി, ഈ 3 കാര്യങ്ങൾ ഉറപ്പായിട്ടും ആ പൂജ വയ്ക്കുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കും. വീട്ടിൽ പൂജ വയ്ക്കുന്നവരും ഈ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വയ്ക്കണം. വെക്കേണ്ടത് മറ്റൊന്നുമല്ല, ഒന്നാമത്തേത് എന്ന് പറയുന്നത് ഗണപതിയുടെ ചിത്രമാണ്. മഹാഗണപതി ഭഗവാന്റെ ഒരു ചിത്രമോ വിഗ്രഹമോ വീട്ടിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പൂജ വയ്ക്കുന്ന പുസ്തകം വയ്ക്കുന്നതിൻ്റെ പുറകിലായിട്ട് വിളക്ക് വെച്ച് പൂജിക്കാനായിട്ട് ഗണപതി ഭഗവാന്റെ ചിത്രം വയ്ക്കണം. ഇനി അടുത്തതായിട്ട് സരസ്വതി ദേവിയുടെയോ ദുർഗാദേവിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേവിമാരുടെ ചിത്രം, ഏത് ദേവീഭാവത്തിലുള്ളതായാലും മതി. സരസ്വതി ദേവിയുടേത് എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകണമെന്നില്ല. ഏതെങ്കിലും ഒരു ദേവീഭാവത്തിലുള്ള ചിത്രം, ആ ഗണപതി ഭഗവാന്റെ തൊട്ടടുത്തായിട്ട് ഒരു ദേവീ ചിത്രം വയ്ക്കുക. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെയോ മഹാവിഷ്ണു ഭഗവാന്റെയോ ചിത്രമുണ്ടെങ്കിൽ, സ്ഥിതിയുടെ ദേവനാണ് മഹാവിഷ്ണു എന്ന് പറയുന്നത്, ആ ഒരു ഭഗവാന്റെ, വിഷ്ണു ഭഗവാന്റെയോ ശ്രീകൃഷ്ണ ഭഗവാന്റെയോ ഒരു ചിത്രമോ വിഗ്രഹമോ കൂടെ ആ പൂജ വയ്ക്കുന്നിടത്ത് വയ്ക്കണം. ഇത് 3ഉം ഉണ്ടാകണം. നടുക്ക് ദേവീ ചിത്രം വയ്ക്കാം. ഒരു വശത്ത് ഗണപതി ചിത്രവും ഒരു വശത്ത് നാരായണമൂർത്തിയുടെ ചിത്രമോ വിഗ്രഹമോ വയ്ക്കാവുന്നതാണ്. 5 തിരിയിട്ട് വിളക്ക് കത്തിക്കണം കേട്ടോ. നിർബന്ധമായിട്ടും പൂജ വയ്ക്കുന്ന എല്ലാവരും വീട്ടിൽ 5 തിരിയിട്ട് ഭദ്രദീപം തന്നെ തെളിയിച്ചിട്ടുണ്ടാവണം. ആ 5 തിരിയിട്ട നിലവിളക്കിന്റെ തൊട്ടടുത്തായിട്ട് കിണ്ടിയിൽ തുളസി തീർത്ഥം വയ്ക്കണം. ഒരു കിണ്ടിയിൽ ജലമെടുത്ത് തുളസിക്കതിര് അതിലേക്ക് നുള്ളിയിടണം. കിണ്ടി ഇല്ലാത്തവർക്ക് ഒരു ബ്രാസിന്റെ പാത്രത്തിൽ വെച്ചാലും മതിയാകും. മറ്റ് പുഷ്പങ്ങളൊന്നും ആ ഒരു വെള്ളത്തിലേക്ക് ഇടേണ്ട ആവശ്യമില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത്, ഈ ഒരു കിണ്ടിയിൽ നിറച്ച് ജലമെടുത്ത് തുളസിക്കതിര് നുള്ളിയിട്ട് ആ തുളസി തീർത്ഥം കൂടെ 5 തിരിയിട്ട നിലവിളക്കിന്റെ അടുത്ത് വെച്ചു. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പൂജയ്ക്കായിട്ട് വയ്ക്കാൻ പോകുന്ന സാമഗ്രികൾ ഒന്നും തന്നെ വെറും നിലത്ത് വയ്ക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ്. ഒന്നും തന്നെ വെറും നിലത്ത് വയ്ക്കരുത്. പീഠമൊരുക്കുക എന്ന ഒരു ചടങ്ങ് തന്നെയുണ്ട്. പീഠമോ പലകയോ ഇനി ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ നല്ല തുണി ഉണ്ടാകുമല്ലോ, അത് 2 മടക്കായിട്ട് മടക്കി ആ നിലത്തിടുക. അല്ലെങ്കിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ടേബിളിന്റെ പുറത്താണെങ്കിൽ ആ ഒരു തുണി ടേബിളിന്റെ പുറത്തിടുക. വെറും നിലത്ത് ഒരു പുസ്തകങ്ങളായാലും അല്ലെങ്കിൽ ഒരു വസ്തുക്കളായാലും വയ്ക്കാനായിട്ട് പാടില്ല. ഒരു തുണി നല്ല ഷീറ്റാണെങ്കിലും മതിയാകും. വൃത്തിയുള്ളത് ശുദ്ധിയുള്ളത് മടക്കി ഐശ്വര്യമായിട്ട് നമുക്ക് അതിന് മുകളിൽ വേണം വയ്ക്കാനായിട്ട് എന്ന് പറയുന്നത്. ഒരു വാഴയിലയുടെ ചീന്തിലോ വട്ടയില ചീന്തിലോ കുറച്ച് ചന്ദനം, കുങ്കുമം, മഞ്ഞൾ, ഇത് പൂജ വയ്ക്കുന്ന എല്ലാവരും വയ്ക്കണം കേട്ടോ. നിർബന്ധമായിട്ട് വിട്ടുപോകരുത്. ഓരോ ദിവസവും വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ ഇലച്ചീന്തിൽ നിന്ന് ഒരല്പം ചന്ദനമെടുത്ത് നെറ്റിയിൽ അണിയുകയും വേണം എന്നുള്ളതാണ്. ഇത് നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ചന്ദനമായാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഇങ്ങനെ വയ്ക്കാവുന്നതാണ്. ഇങ്ങനെ വച്ചതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ അത് അണിയുകയും വേണം. ഇത് നമ്മൾ നേദിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുകയല്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ചന്ദനമായാലും നമുക്ക് ഇതുപോലെ വയ്ക്കാവുന്നതാണ്. ഇനി ഈ പൂജ വയ്ക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ വയ്ക്കാം എന്നുള്ളത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമുക്ക് പുസ്തകങ്ങൾ വയ്ക്കാം, പേന, പെൻസിൽ പോലുള്ള കാര്യങ്ങൾ വയ്ക്കാം, കാൽക്കുലേറ്റർ, ഇൻസ്ട്രുമെന്റ് ബോക്സ്, ലാപ്ടോപ്പ്, നിങ്ങളുടെ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു തരാം, ID കാർഡ് ഉണ്ടല്ലോ, നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെയൊക്കെ
നിങ്ങൾക്ക് അവധിയാണ്, വെക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ആ ID കാർഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വെക്കണം കേട്ടോ. ഏറ്റവും ഐശ്വര്യമാണ് അത്. നമ്മുടെ മൊത്തം തൊഴിലിന്റെ ആ ഒരു സങ്കല്പം. ഇപ്പൊ നിങ്ങൾ ആയുധങ്ങളൊന്നും വെക്കാനില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ID കാർഡ് വെക്കുക. അതായത് നമ്മുടെ പുസ്തകങ്ങൾ തന്നെ വെക്കണമെന്നുള്ളതല്ല പറയുന്നത്. നമ്മുടെ ആ ഒരു അന്നത്തെ കർമ്മമേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പുസ്തകങ്ങൾ തന്നെ ഉണ്ടാകണമെന്നില്ല. എന്താണോ അത്തരത്തിൽ നമ്മുടെ കയ്യിലുള്ളത്, സങ്കല്പമായിട്ടുള്ളത്, അതൊക്കെ നമുക്ക് വയ്ക്കാവുന്നതാണ്. ഇത് വയ്ക്കുന്നതിനോടൊപ്പം പുസ്തകങ്ങളോടൊപ്പം ഏതെങ്കിലും മഹത് ഗ്രന്ഥങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വയ്ക്കണം കേട്ടോ. എന്താണ് മഹത് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്? വിശ്വാസ ഗ്രന്ഥങ്ങൾ, അതായത് വിശുദ്ധ ഗ്രന്ഥങ്ങൾ, അധ്യാത്മ രാമായണം, ഭാഗവതം, ദേവി മഹാത്മ്യം, വിഷ്ണു പുരാണം, ലളിതാ സഹസ്രനാമം, ഇത്തരത്തിലുള്ള ചെറിയ ബുക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളോ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നമ്മൾ പൂജയ്ക്ക് വെക്കുന്ന ബുക്കുകളോടൊപ്പം അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വയ്ക്കാവുന്നതാണ്. ഒരുമിച്ച് വെച്ച് കളയരുത്, അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വയ്ക്കണം. ഇനി നമ്മൾ പഠിക്കുന്ന മക്കളുടെയൊക്കെ പുസ്തകം വയ്ക്കുകയാണെങ്കിൽ എപ്പോഴും പൊതിഞ്ഞു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. പൊതിഞ്ഞു വെച്ചിട്ട് അതിൻ്റെ 4 അറ്റവും ഉണ്ടല്ലോ, പൊതിഞ്ഞു കഴിയുമ്പോൾ 4 മൂല ഉണ്ടാകുമല്ലോ, ആ 4 മൂലയ്ക്ക് മഞ്ഞളും കുങ്കുമവും ചന്ദനവും വച്ചിട്ടില്ലേ നമ്മളെ, അതൊന്നും എടുത്ത് 4 മൂലയ്ക്കും പൊട്ടു തൊടുന്നത് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ ഈ പൂജ വെച്ച് നിങ്ങൾ 5 തിരിയിട്ട വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ 40 മിനിറ്റെങ്കിലും ഏറ്റവും കുറഞ്ഞത് ആ നിലവിളക്ക് കത്തിക്കേണ്ടതാണ്. ചിലർക്കൊരു ശീലമുണ്ട്, പൂജ വെച്ച് വിളക്ക് കത്തിച്ച് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഞാനൊന്ന് പോയിട്ട് വരട്ടെ, അമ്പലത്തിൽ പോകട്ടെ, ഒന്ന് പുറത്തു പോകട്ടെ എന്ന് കരുതി അന്നേരം തന്നെ വിളക്കം അണയ്ക്കും. ആ ഒരു ശീലം ഒരിക്കലും ചെയ്യരുത്. ഏറ്റവും കുറഞ്ഞത് ഒരു 40 മിനിറ്റെങ്കിലും ആ നിലവിളക്ക് അവിടെ നിന്ന് ജ്വലിക്കണം എന്നുള്ളതാണ്. അപ്പോൾ 5 തിരിയിട്ട് നിലവിളക്ക് തയ്യാറാക്കി വെച്ചു. നിലവിളക്കിനൊപ്പം തുളസി തീർത്ഥം തയ്യാറാക്കി വെച്ചു. ഉള്ള ഈശ്വര ചിത്രങ്ങളെല്ലാം അലങ്കരിച്ചു വെച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 3 ഈശ്വര ചിത്രങ്ങൾ അലങ്കരിച്ചു വെച്ചു. പീഠമൊരുക്കി പുസ്തകങ്ങളും മറ്റ് സാമഗ്രികളുമെല്ലാം അടക്കി വെച്ചു. വിശുദ്ധ ഗ്രന്ഥങ്ങൾ വെച്ചു. ഒരു ഇലച്ചീന്തിൽ കുങ്കുമവും മഞ്ഞളും ചാലിച്ച് മനോഹരമായിട്ട് വെച്ചു. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഒരുക്കങ്ങൾ ഏതാണ്ട് പൂർത്തിയായി. ആ ഒരുക്കി വച്ചിരിക്കുന്നിടത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കണം. ഒരു വട്ടപാത്രത്തിലോ ഒരു പൂജാതാലത്തിലോ കുറച്ച് പൂക്കൾ, നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പൂക്കളൊക്കെ ഇറുത്തോണ്ട് വന്ന് ആ ഒരു പാത്രത്തിൽ വയ്ക്കുക. ഞാൻ പറയുമ്പോൾ മാത്രം ആ പൂക്കൾ ഉപയോഗിച്ചാൽ മതി. എല്ലാം റെഡിയാക്കി വച്ചതിന് ശേഷം ഐശ്വര്യമായിട്ട് നിലവിളക്ക് കൊളുത്തുക. നിലവിളക്കിന്റെ 5 തിരിയും ഒരു കൊടിവിളക്ക് ഉപയോഗിച്ചാണ് നമ്മൾ തെളിയിക്കേണ്ടത്. ശിവ ശിവ എന്ന് പറഞ്ഞുകൊണ്ട് ആ 5 തിരിയും തെളിയിക്കുക. അതിന്റെ തൊട്ടടുത്തായിട്ട് ചന്ദനത്തിരിയും കത്തിച്ചതിന് ശേഷം നിങ്ങൾ ആ പൂ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന താലം എടുക്കുക. പൂത്താലം കയ്യിലെടുത്തിട്ട് ഞാൻ ഈ പറയുന്ന ഓരോ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ആ പൂക്കള് നിലവിളക്കിന്റെ ചുവട്ടിലും ആ ചിത്രത്തിന്റെ ചുവട്ടിലും അതുപോലെ തന്നെ പൂജയ്ക്കായിട്ട് വച്ചിരിക്കുന്ന പുസ്തകങ്ങളുടെ പുറത്തുമായിട്ട് സമർപ്പിക്കുക. ആദ്യമായിട്ട് ഒരു പിടി പൂക്കൾ എടുക്കുക. എന്നിട്ട് ഓം ഗം ഗണപതയേ നമഃ എന്ന് ചൊല്ലിക്കൊണ്ട് ആദ്യത്തെ പൂവ് നിലവിളക്കിന്റെ പാദത്തിൽ സമർപ്പിക്കണം. ഈശ്വരന്റെ ചിത്രമുണ്ടെങ്കിൽ 2ാമത്തെ പൂവ് അവിടെ സമർപ്പിക്കുക. പുസ്തകത്തിന്റെ പുറത്തും കൂടെ കുറച്ച് പൂ വിതറുക. ഓം ഗം ഗണപതയേ നമ എന്ന് 3 തവണ ചൊല്ലിക്കൊണ്ട് വേണം നിലവിളക്ക് കത്തിച്ചിട്ട് ആദ്യത്തെ പൂജ വെച്ചുള്ള പ്രാർത്ഥന നടത്താനെന്ന് പറയുന്നത്. ഇനി 2ാമതായിട്ട് ഓം ധും ദുർഗായേ നമഃ എന്ന് ചൊല്ലിക്കൊണ്ട് 2ാമത് ഒരു സെറ്റ് പൂവ് അല്ലെങ്കിൽ ഒരു പിടി പൂവ് നിലവിളക്കിന്റെ ചുവട്ടിലും അതുപോലെ തന്നെ ചിത്രമുള്ളവരെ ചിത്രത്തിന്റെ ചുവട്ടിലും അതുപോലെ പുസ്തകങ്ങൾ വച്ചിരിക്കുന്നതിന്റെ മുകളിലുമായിട്ടും വയ്ക്കുക. 3 തവണ ഈ കാര്യവും ചെയ്യുക. 3ാമതായിട്ട് ഓം സം സരസ്വതിയേ നമഃ, സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കുക. അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ പൂജകളെല്ലാം ഒരുക്കിയിരിക്കുന്നത്. ഓം സം സരസ്വതിയേ നമഃ എന്ന് ചൊല്ലിക്കൊണ്ട് ഇതേപോലെ തന്നെ പൂക്കൾ സമർപ്പിക്കുക. 4ാമതായിട്ട് മഹാലക്ഷ്മിയെ മനസ്സിൽ വിചാരിച്ച് നമ്മുടെ അറിവും ജ്ഞാനവും എല്ലാം നമുക്ക് കിട്ടുമ്പോൾ അത് നമുക്ക് ധനമായിട്ട് വരണം, ജീവിതത്തിൽ ഐശ്വര്യവും സമ്പത്തുമായിട്ട് വരണം. അതിന് മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തണം. ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഃ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മഹാലക്ഷ്മി ദേവിയെ സ്മരിച്ചുകൊണ്ട് ഇതേപോലെ തന്നെ നിലവിളക്കിന്റെ ചുവട്ടിലും ഈ പൂജ വെച്ചിരിക്കുന്ന പുസ്തകത്തിന്റെ പുറത്തും ചിത്രമുണ്ടെങ്കിൽ ചിത്രത്തിന്റെ മുന്നിലും വയ്ക്കുക. അടുത്തത് ഓം നമോ നാരായണായ എന്ന് ചൊല്ലിക്കൊണ്ട് നാരായണൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന സ്ഥിതിയുടെ ദേവനായ മഹാവിഷ്ണു ഭഗവാനെ സ്മരിച്ചുകൊണ്ട് സാക്ഷാൽ നാരായണനെ സ്മരിച്ചുകൊണ്ട് ഒരു പിടി പൂവ് ആ വിളക്കിന്റെ മുന്നിലും ചിത്രത്തിന്റെ മുന്നിലും
ആ പുസ്തകത്തിന് മുകളിലുമായിട്ട് വയ്ക്കുക. അവസാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, വിട്ടുപോകരുത്, ഓം നമഃശിവായ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം നിങ്ങളുടെ പൂക്കൾ സമർപ്പണം അവസാനിപ്പിക്കാൻ എന്ന് പറയുന്നത്. ഓം നമഃശിവായ എന്ന് ശിവദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ പൂക്കൾ അവസാനമായിട്ട് സമർപ്പിക്കണം. എല്ലാവരും വിട്ടുകളയരുത് കേട്ടോ. ചിലർ പായസം അല്ലെങ്കിൽ മധുര പലഹാരങ്ങളൊക്കെ ദേവിക്ക് വെക്കാറുണ്ട്. അതൊക്കെ ചെയ്യാം, ഏറ്റവും ഗംഭീരമാണ്. ഞാൻ എല്ലാം കൂടെ പറഞ്ഞ് നിങ്ങളെ ഒരുപാട് ഇതാക്കുന്നില്ല, അതൊക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. പക്ഷെ ഞാൻ ഇതിനു മുൻപ് പറഞ്ഞ അത്രയും കാര്യങ്ങളുണ്ടല്ലോ, ഇത്രയും കാര്യങ്ങൾ തെറ്റിക്കാതെ പൂജയ്ക്ക് വെക്കുന്നവർ എല്ലാവരും ചെയ്യുക. അങ്ങനെ പൂജ വെച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ദുർഗാഷ്ടമിയാണ്, 30-ാം തീയതി ചൊവ്വാഴ്ച. 1-ാം തീയതി മഹാനവമിയാണ്, 2-ാം തീയതിയാണ് വിജയദശമി എന്ന് പറയുന്നത്. അപ്പോഴേ നമ്മൾ പൂജ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ നമ്മൾ പൂജ എടുക്കാനായിട്ട് പാടുള്ളൂ. 2 ദിവസം പൂർണ്ണമായും പൂജയിൽ ഇരിക്കും എന്നുള്ളതാണ്. എല്ലാ ദിവസവും, അതായത് പൂജയിരിക്കുന്ന ദുർഗാഷ്ടമി ആയിക്കൊള്ളട്ടെ, മഹാനവമി ആയിക്കൊള്ളട്ടെ, വിജയദശമി രാവിലെ ആയിക്കൊള്ളട്ടെ, ഈ 3 ദിവസവും ഇതുപോലെ തന്നെ നിലവിളക്ക് കത്തിക്കണം. നിലവിളക്ക് കത്തിച്ച് പൂക്കൾ കൊണ്ടുവന്ന് പഴയ പൂക്കൾ മാറ്റി പുതിയ പൂക്കൾ സമർപ്പിച്ച് ഭഗവതിയെയും ഭഗവാനെയും പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് തന്നെ പൂജകൾ ചെയ്യണം. മന്ത്രങ്ങൾ എല്ലാവരും എഴുതി വെച്ചോളൂ, കുറിച്ചെടുത്തോളൂ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് നോക്കി ചൊല്ലാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഐശ്വര്യമാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും പഴയ പൂക്കൾ മാറ്റി ഇലച്ചീന്ത് മാറ്റി ഐശ്വര്യമായിട്ട് ഇത്തരത്തിൽ പൂക്കൾ സമർപ്പിച്ച് ആ വിളക്കങ്ങ് തൊഴുതാൽ മാത്രം മതി. ഭഗവതി വരും നിങ്ങളുടെ വീട്ടിൽ. കുഞ്ഞുങ്ങൾക്കായാലും ആ വീട്ടിലുള്ള എല്ലാവർക്കായാലും ഐശ്വര്യം നൽകി ആ വീടിന് എല്ലാ അനുഗ്രഹവും നൽകി ആ ഗൃഹനാഥനും ഗൃഹനാഥയ്ക്കും എല്ലാ സൗഭാഗ്യവും നൽകി മടങ്ങുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ എല്ലാവരും ചെയ്യുക. എല്ലാവർക്കും അതിൻ്റെ ഒരു ഐശ്വര്യം, ഒരു വർഷത്തെ ഫലമാണ് പറയുന്നത്. അടുത്ത ഈ ഒരു നവരാത്രി കാലം വരെയും നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദേവിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.